രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായവനെ വിളിച്ചപേക്ഷിക്കട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളെ നീ അവിടുന്ന് കാണണമേ. ദിവ്യകാര്യത്തിൽ ശക്തി സകല വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും അവിടുന്ന് വ്യാപരിക്കട്ടെ. ദേശങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പകർച്ചവ്യാധികൾ, തിന്മയുടെ സ്വാധീന വലയങ്ങൾ, അന്ധകാര ശക്തികൾ ഈ സമയം തന്നെ ആരാധിക്കുന്ന വ്യക്തികളിൽ നിന്ന്, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് യേശു നാമത്തിന്റെ ശക്തിയാൽ വിട്ടുപോകട്ടെ. കടബാധിയുള്ള മക്കൾ വിളിച്ച് പ്രാർത്ഥിക്കുക. രോഗങ്ങളാൽ വരയുന്നവർ വിളിച്ച് പ്രാർത്ഥിക്കുക. തകർന്ന ജീവിതങ്ങൾ, തകർന്ന കുടുംബങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തി സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. നിന്റെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയരട്ടെ. വിളിച്ചുണരട്ടെ. യേശുവേ, ഒന്ന് ചേർന്ന് ആരാധിച്ച് സർവമാലാഖമാരോടൊപ്പം ആരാധിച്ച് രക്തസാക്ഷികളോടൊപ്പം ആരാധിച്ച് വിശുദ്ധാത്മാക്കളോടൊപ്പം ആരാധിച്ച് പരിശുദ്ധാമ്മയോടൊപ്പം ആരാധിച്ച് കരങ്ങൾ കൂപ്പി ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 119 സങ്കീർത്തനം 11 തിരുവചനം. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചു. ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കണം. നമുക്ക് കാണാൻ സാധിക്കും 2 മക്കാബായുടെ പുസ്തകം 4-ാം അധ്യായം 14 മുതൽ തിരുവചനങ്ങൾ പുരോഹിതന്മാരെ കുറിച്ച് വചനം പറയുകയാണ്. ഈ പുരോഹിതരെ മഹാമാരി വന്ന് ജനം നശിക്കുന്നതിന് കാരണമായത് എന്താ? പുരോഹിതർ ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വചനം ഇങ്ങനെയാണ് പറയുന്നത്: പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു. ചക്രതളികയിലേറാൻ സമയമാകുമ്പോൾ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിപീഠത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കുവാൻ മത്സരരംഗത്തേക്ക് കുതിക്കുകയായി. പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തു. തന്മൂലം അവർ കൊടിയ വിപത്തിൽ അകപ്പെട്ടു. കണ്ടു പ്രിയപ്പെട്ടവരെ, മഹാമാരി വന്ന് ജനം നശിച്ചു പോയിക്കൊണ്ടിരിക്കുക, നശിച്ചു വീടുകൊണ്ടിരിക്കുക. അതിന് കാരണം പറയുകയാണ്, പുരോഹിതർ ബലിയർപ്പിക്കുന്നതിലുള്ള ശുഷ്കാന്തി അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവരെന്താ ചെയ്തേ? പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ എന്താണോ ആദരിച്ച് അതിന് വില കൊടുക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഞാനൊരു കത്തോലിക്കനായി ജീവിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഗ്രീക്കുകാർ വിലമതിച്ചതാണോ, പിതാക്കന്മാരുടെ പാരമ്പര്യമായി എനിക്ക് ലഭിച്ചതിനാണോ ഞാൻ വില കൊടുക്കുന്നത്? ഇന്ന് നമ്മൾ ഓരോരുത്തരും ദേവാലയത്തിലേക്ക് പോകുന്ന വ്യക്തികളാണ്. എന്നാൽ നമ്മുടെ പാരമ്പര്യത്തിൽ കാണാൻ സാധിക്കും, നമ്മുടെ പിതാക്കന്മാരോട് നമ്മൾ പഠിച്ചു പോയ നമ്മുടെ സഭയുടെ പാരമ്പര്യം കാണാൻ സാധിക്കും. ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടി അവൾ തലയിൽ നെറ്റിട്ടുകൊണ്ടാണ് വരുന്നത്. എന്നാൽ ഇന്ന് ഏത് രീതിയിലുള്ള വസ്ത്രധാരണവും നമ്മുടെ ദേവാലയത്തിൽ നാം പ്രവേശിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. ദേവാലയ ശുശ്രൂഷയിൽ ഞാനും നിങ്ങളുമെല്ലാം അനാദരവ് കാണിക്കുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവജനം കൊടുക്കാതിരിക്കുമ്പോൾ
ദൈവജനം കൊടിയ വിപത്തിൽ ചെന്ന് പെടുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പണ്ട് നമ്മുടെ മാതാപിതാക്കൾ, കാർന്നോന്മാർ അവരൊക്കെ ദേവാലയത്തിൽ പോയിരുന്നത് ഞായറാഴ്ച ദിവസം 5, 8, 10 കിലോമീറ്റർ നടന്നുകൊണ്ട്. അവർ ബലിയർപ്പിച്ചതിന് ത്യാഗമുണ്ടായിരുന്നു, വില കൊടുത്തുകൊണ്ട് അവർ ദേവാലയത്തിലേക്ക് പോയത്. എങ്ങനെയായിരുന്നു അവർ ദേവാലയത്തിൽ പോകുവാൻ വേണ്ടി ഒരുങ്ങിയിരുന്നത്? തലേ ദിവസം തന്നെ ദേവാലയത്തിൽ പോകേണ്ട വസ്ത്രമെല്ലാം അവർ ഒരുക്കി വെച്ചിരുന്നു. അടുത്ത ദിവസം രാവിലെ അവർ ത്യാഗത്തോടുകൂടി ഉപവസിച്ചുകൊണ്ട് അവർ ദേവാലയത്തിലേക്ക് നടന്നീങ്ങുകയാണ്. 5, 8 കിലോമീറ്റർ നടന്നീങ്ങുമ്പോൾ അതിരാവിലെ ഈ മനുഷ്യരൊക്കെ എന്താ ചെയ്തതെന്നറിയോ? കയ്യിൽ ഒരു ചൂട്ടം കത്തിച്ച് പിടിച്ച് അവർ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ കരങ്ങളിൽ ജപമാലയുണ്ടായിരുന്നു. ഈ ജപമാലയും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പുലർച്ചെ അവർ ദേവാലയത്തിലേക്ക് പോയ ആ പിതാക്കന്മാരുടെ മക്കളാണ് നാം ഓരോരുത്തരും. എന്നാൽ ഇന്ന് നമുക്ക് വാഹനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. എന്നാൽ ദേവാലയത്തിലേക്ക് നാം പോകുമ്പോൾ എങ്ങനെയാണ് ദേവാലയത്തിലേക്ക് ഒരുങ്ങി പോകുന്നത്? ഏത് വസ്ത്രവും ധരിച്ചിട്ട് ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു ശീലം ഈ പുതിയ തലമുറയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഇവിടെയാണ് വചനം പറയുന്നത്, പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തു. ഈ നാട്ടിലെ ഈ കാലഘട്ടത്തിൽ ഈ മക്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ ദേവാലയത്തിൽ പോയാൽ എന്താ പ്രശ്നം? എന്നോട് ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് ട്രൗസർ ഇട്ടുകൊണ്ട് ദേവാലയത്തിലേക്ക് വന്ന എന്താ പ്രശ്നം? നമ്മൾ തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ, ഗ്രീക്കുകാർ ആദരിച്ചതല്ല നാം സ്വന്തമാക്കേണ്ടത്, മറിച്ച് നമ്മുടെ പിതാക്കന്മാരിലൂടെ നമുക്ക് കൈമാറി തന്നിരിക്കുന്ന പൈതൃകമുണ്ടല്ലോ, നമുക്ക് ഭക്തിയുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും തലമുറയുടെയും ഭാഗമാക്കി മാറ്റാൻ സാധിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, പണ്ടൊക്കെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വിവാഹത്തിലൂടെ കെട്ടിയവൻ അവളുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന താലിയുണ്ടല്ലോ, ആ താലി ഒരിക്കലും അവൾ മാറ്റിയിരുന്നില്ല. ഇന്ന് എങ്ങനെയാ ദേവാലയത്തിലേക്കും മറ്റു ചടങ്ങുകൾക്കും പോകുമ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന എങ്ങനെയാ? കെട്ടിയവൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയാലും സാരിയുടെ കളർ ഏതാണോ അതിന് മാച്ച് ചെയ്യുന്ന മാലയും വളകളുമല്ലേ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് എന്താ? ഗ്രീക്കുകാർ ആദരിച്ചതിനെ നമ്മളും ആദരിക്കുന്നു എന്നുള്ളതാ. ദേവാലയത്തിൽ വന്നോ വൈദികൻ എപ്പോഴാ സ്വസ്ത്രക്കാഴ്ച എടുക്കുന്നത്? നമുക്കറിയാം, ആരംഭത്തിലെ തന്നെ വൈദികൻ സ്വസ്ത്രക്കാഴ്ച എടുക്കുന്നില്ല, അവസാനത്തിലും കൊണ്ടുപോയി സ്വസ്ത്രക്കാഴ്ച എടുക്കുന്നില്ല, മറിച്ച് മധ്യഭാഗത്ത് കൊണ്ടുപോയിട്ട് ഈ വിശുദ്ധ ബലിക്ക് മധ്യേ ഈ വൈദികനുണ്ടല്ലോ സ്വസ്ത്രക്കാഴ്ച എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഇതാണ്, ആരംഭത്തിലും ദൈവജനം അവിടെയില്ല, അവസാനത്തിലും ദൈവജനമില്ല. ദൈവജനം ഉള്ളത് എപ്പോഴാ? പ്രസംഗമൊക്കെ കഴിയുമ്പോൾ ദൈവജനം ദേവാലയത്തിലേക്ക് വരും, അപ്പോഴാ സ്വസ്ത്രക്കാഴ്ച എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നേ. ഇതിന്റെ കാരണം നമ്മൾ തിരിച്ചറിഞ്ഞു, നമ്മുടെ സഭയ്ക്ക് പാരമ്പര്യത്തിനും ശക്തിയുണ്ട്, അതൊക്കെ വില കൊടുത്തിരുന്നവരാ നമ്മുടെ പിതാക്കന്മാര്. എന്നാൽ അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഗ്രീക്കുകാരെ പോലെ അവരെ ബാക്കിയുള്ളതിനെ ആദരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ സംസ്കാരത്തിലും ഇന്ന് കുടിയേറിയിരിക്കുക. ഇവിടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, എന്തുകൊണ്ടാണ് ഈ ജനം മഹാമാരി വന്ന് നശിക്കാൻ കാരണമായത്? അതിനെക്കുറിച്ച് വചനം പറയുകയാണ്. പുരോഹിതർക്ക് പുരോഹിത ശുശ്രൂഷയിൽ, ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. 40 വർഷക്കാലം അവർ മരുഭൂമിയിലൂടെ നടന്നീങ്ങി. ഈ സമയത്ത് മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ദൈവം അവിടെ കൂടെ നടന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ ജനത്തിന്റെ കൂടെ, ഇസ്രായേൽ ജനത്തിന്റെ കൂടെ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ദൈവം കൂടെ നടന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ മക്കളെ, നിന്റെ കൂടെ രാവും പകലും വിശുദ്ധ കുർബാനയിൽ യേശു കൂടെ നടക്കുന്നുണ്ട്. ഈ യേശുവിന്റെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ അല്ലെങ്കിൽ പഴയ നിയമ ജനതയെ പോലെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇതുകൊണ്ട് തന്നെ ഓരോ മക്കളും അറിഞ്ഞിരിക്കുക,
ഇന്ന് യേശുവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്ന എവിടെയാ? വിശുദ്ധ കുർബാനയിലാ ഞാൻ അനുഭവിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ജനം മുന്നോട്ട് പോയി ദൈവമായ കർത്താവ് ഏറ്റവും സുരക്ഷിതമായ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുക. എന്നാൽ ഇസ്രായേൽ ജനം നാളുകൾ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? അവർ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നു. വീണ്ടും അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവമായ കർത്താവ് അവരെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും അടുത്ത അടിമത്തത്തിലേക്ക്. എന്തുകൊണ്ടാണ് ഈ ജനം പോകാൻ കാരണമായത്? അതിനെക്കുറിച്ച് ദൈവമായ കർത്താവ് പറഞ്ഞു തരികയാണ്. ഈ ജനം ദൈവിക കാര്യങ്ങളെ നിസ്സാരമായി ഗണിച്ചു. ദൈവിക കാര്യങ്ങളെ നിസ്സാരമായി ഗണിക്കുന്ന കുടുംബങ്ങളെ, കൂദാശ ജീവിതം, വിശുദ്ധ കുർബാന, കുടുംബ പ്രാർത്ഥന, കുംഭസാരം, ദേവാലയത്തിലുള്ള നിന്റെ ആചരണം, ഇങ്ങനെയുള്ള ദിനങ്ങളെ, ഇതിനെയെല്ലാം നിസ്സാരമായി ഗണിച്ചു കഴിഞ്ഞാൽ ബാബിലോന്റെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനം പോയതുപോലെ നീയും നിന്റെ കുടുംബം പോകേണ്ടി വരുമെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് കാണിച്ചു തരികയാണ്. കാരണം ഇന്ന് പല കുടുംബങ്ങളും വലിയ ദുരിതത്തിലാ, വലിയ കടബാധയില, രോഗപീഠകല്ല. എന്തുകൊണ്ടാ ദൈവമേ ഇങ്ങനൊരവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായത്? അവർ മന്ത്രവാദം ചെയ്തുകൊണ്ടും അവർ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് എന്ന് പല വ്യക്തികളും ചിന്തിക്കുന്നുണ്ട്. അവരെയും ഇവരെയും നീ കുറ്റം പറയേണ്ട, മറിച്ച് നീ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. നീ ദൈവിക കാര്യങ്ങളെ നിസ്സാരമായി ഗണിച്ചു. ഞായറാഴ്ച ദിവസം സാബത്ത് ആചരിക്കേണ്ട ദിവസം, ഈ സാബത്ത് ആചരിക്കേണ്ട ദിവസം നീ ദേവാലയത്തിൽ പോകേണ്ടതിന് പകരം മറ്റു പല ജോലികൾക്ക് വേണ്ടി നീ സമയം മാറ്റിവെച്ചു എന്നുള്ളത് ദൈവത്തിന് കൊടുക്കേണ്ടത് നീ കൊടുക്കാതെ പോയി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ മക്കൾ തിരിച്ചറിഞ്ഞു. ദൈവത്തെ മറന്ന് ജീവിക്കുന്ന കുടുംബങ്ങൾ, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന വ്യക്തികൾ, അവരെ കുറിച്ച് വചനം പറയുകയാണ്. തന്മൂലം അവർ കൊടിയ വിപത്തിൽ അകപ്പെട്ടു. തന്മൂലം അവർ കൊടിയ വിപത്തിൽ അകപ്പെട്ടു എന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മോട് ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ദിവ്യകാരുണ്യത്തിലേക്ക്, ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ തിരിച്ചു നടക്കണം. വീണ്ടും പരിശുദ്ധ കുർബാന നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്ന എന്താ? ദൈവത്തിന്റെ വലിയ കരുണയാ. ദൈവം മനുഷ്യരെ കാണാൻ വരുന്നു. ദൈവവും മനുഷ്യൻ തമ്മിൽ കണ്ടുമുട്ടുന്നു. ഈ ദൈവവും മനുഷ്യൻ തമ്മിൽ കണ്ടുമുട്ടുന്ന സംഗമവേദിയാണ് ബലിപീഠമെന്ന് ഓരോ വിശ്വാസികളും തിരിച്ചറിഞ്ഞു. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർത്താവിന്റെ അത്താഴം എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നീ കൊടുക്കുന്ന സമയമുണ്ടല്ലോ, അത് നിനക്കൊരു നഷ്ടമല്ല, മറിച്ച് ഒരു നേട്ടമാണ്. ഇതിനേക്കാൾ വലുതായി ദൈവത്തിന് മനുഷ്യന് തരാൻ മറ്റൊന്നുമില്ല. വിശുദ്ധ കുർബാനയ്ക്ക് നീ കൊടുക്കുന്ന സമയം, ഇന്ന് ദേവാലയത്തിൽ അച്ഛന്റെ പ്രസംഗം കൂടിപ്പോയി, ഇതുപോലെ തന്നെ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ നേരം വൈകി വരുന്നു. ഇതുപോലെ തന്നെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് പല കാര്യങ്ങളെക്കുറിച്ചും നീ ചിന്തിച്ച് ഇരിക്കുന്നു, അല്ലെങ്കിൽ ചിന്തിച്ച് നിൽക്കുന്നു. ഓർത്തിരിക്കുക പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കൊടുക്കേണ്ടത് നീ കൊടുക്കാതെ വരുമ്പോൾ കൊടിയ വിപത്തിൽ നീയും നിന്റെ കുടുംബവും വീഴേണ്ടി വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആരാധന വേളയിൽ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തിയിരുന്നുകൊണ്ട് ഇന്നോളം എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ദൈവിക കാര്യങ്ങൾ നിസ്സാരമായി ഗണിച്ചതിനെ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. രണ്ട് കരങ്ങളും തുറന്ന് പിടിച്ച് എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. അധരം തുറന്നൊന്ന് വിളിച്ചേ, ഹൃദയം തുറന്നൊന്ന് വിളിച്ചേ, മനമുരുകി ഒന്ന് വിളിച്ചേ. രണ്ട് കരകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ മക്കളും ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു. പുരോഹിതന്മാരെ, ഇന്ന് ബലിപീഠ ശുശ്രൂഷയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. വിശുദ്ധ മന്ദിരത്തെ അവർ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളെ സംബന്ധിക്കുവാൻ മത്സരരംഗത്തേക്ക് അവർ കുതിക്കുകയായി. പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തു. തന്മൂലം അവർ കൊടിയ വിപത്തിൽ അകപ്പെട്ടു.
രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായവനെ വിളിച്ച് പ്രാർത്ഥിച്ചേ. ദൈവത്തെ മറന്ന് ജീവിക്കരുത് മക്കളെ. ഈ ദൈവത്തിന്റെ മുഖം നോക്കി രണ്ട് കരമുയർത്തി സ്വരമുയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ. ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ. വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ. പൊന്നു കുഞ്ഞേ ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരോ നിന്നെ രക്ഷിക്കാനുള്ളൂ. 1 സാമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം തിരുവചനം പറയുന്നു, മനുഷ്യൻ മനുഷ്യരോട് പാപം ചെയ്താൽ ദൈവം അവന് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. കർത്താവിനോട് പാപം ചെയ്താൽ ആര് മാധ്യസ്ഥം വഹിക്കും? ഓ എന്റെ കർത്താവേ, ദേവാലയ ശുശ്രൂഷകളിൽ ഞങ്ങൾ കാണിക്കുന്ന അനാദരവിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. സാബത്ത് ദിനം വേണ്ട രീതിയിൽ ഞങ്ങൾ ആചരിക്കാത്തതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ, വചനം വായിക്കാത്ത ദിനങ്ങൾ എല്ലാം നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവേ. ഇസ്രായേൽ ജനത്തെ ബാബിലോന്റെ അടിമത്തത്തിലേക്ക് അടത്തിവിട്ടതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളും വലിയ ദുരിത കയത്തലായ എന്റെ കാരണം ഞങ്ങൾ തിരിച്ചറിയുന്നു. വിശുദ്ധ കുർബാനയ്ക്കും ദൈവിക കാര്യങ്ങൾക്കും വേണ്ടത്ര ഞങ്ങളുടെ ജീവിതത്തിൽ വില കൊടുക്കാത്തതുകൊണ്ടാണല്ലോ കുംഭസാരങ്ങൾ നടക്കാത്ത നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ കുർബാനയോട് അനാദരവ് കാണിച്ച ദിനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ കുർബാനയെ വെറും ചടങ്ങായി കണ്ടുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുത്ത ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവേ, നിന്റെ മുമ്പിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയേ. യേശുവേ യേശുവേ എന്നൊന്ന് വിളിച്ചേ. അധരം തുറന്നൊന്ന് വിളിച്ചേ. ഹൃദയം തുറന്നൊന്ന് വിളിച്ചേ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ. ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ. വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ. പൊന്നു കുഞ്ഞേ ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരോ നിന്നെ രക്ഷിക്കാനുള്ളൂ. 107-ാം സങ്കീർത്തനം 17-ാം തിരുവചനം പറയുന്നു, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. ഞങ്ങളുടെ ഓരോരുത്തരെയും രോഗത്തിന്റെ പിന്നിൽ പോലും പാപത്തിന്റെ അംശമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നാൽ എല്ലാ രോഗങ്ങളും പാപത്തിലൂടെയല്ല. എന്നാൽ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും ആത്മീയ കാര്യങ്ങളോടും വേണ്ടത്ര ശുഷ്കാന്തിയില്ലാത്ത അവസ്ഥ. പഴയ നിയമ ജനതയെ പോലെ ദേവാലയത്തിന് ബലിപീഠത്തിന് അകന്നു പോകുമ്പോൾ ആ ജനം അനുഭവിച്ച ദുരിത കയത്തിലാണല്ലോ ഈ കാലഘട്ടത്തിൽ ഞങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാവ്യാധികൾ ഞങ്ങളുടെ ദേശങ്ങളെയും രാജ്യങ്ങളെയും അവിടുന്ന് വലയം ചെയ്തിരിക്കുന്നു. അനേകം മക്കൾ മരിച്ചു വീടുകൊണ്ടിരിക്കുന്നു. ചില കുടുംബങ്ങൾ രോഗത്തിന്റെ പീഡകൾ വിട്ടുപോകാത്ത അവസ്ഥകളുണ്ടല്ലോ. എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥകളുണ്ടല്ലോ. ഞങ്ങൾ തിരിച്ചറിയുന്നു, ആത്മീയ കാര്യങ്ങളെ ഞങ്ങൾ നിസ്സാരമായി ഗണിച്ചു. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടത്ര ആദരവ് കൊടുക്കാതെ പോയി. ഇന്ന് കർത്താവേ, നിന്റെ മുമ്പിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം.
യേശുവേ യേശുവേ എന്ന് വിളിച്ചേ. ദിവ്യ കാരണത്തിലേക്ക് നോക്കി വിളിച്ചേ. അധരം തുറന്നൊന്ന് വിളിച്ചേ. ഹൃദയം തുറന്നൊന്ന് വിളിച്ചേ. രണ്ട് കരം ഉയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞേ ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എല്ലാ മക്കളെ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, അധരം തുറന്നൊന്ന് വിളിച്ച്, ഹൃദയം തുറന്നൊന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്നെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള കൃപാവരം ഈശോയെ ഞങ്ങളിലേക്ക് ഒഴുകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന ആരാധന. ദൈവികാരണമായ നാഥനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന ആരാധന. നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, മഹത്വം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും